പെട്ടെന്ന് വന്നിട്ട് എങ്കയോ പാത്ത മുഖം ഒന്ന് തിരിഞ്ഞു, പക്ഷെ പെട്ടെന്ന് എനിക്ക് വെയിലടിച്ചുകൊണ്ട് ആള് മനസ്സിലായി, സോറി. ബട്ട് ഉച്ചഭക്ഷണ സമയമാണ്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? വെള്ളയപ്പവും കടലക്കറിയാണോ, അപ്പോ സ്റ്റൂവാണോ ഇഷ്ടപ്പെട്ട ഭക്ഷണം? എനിക്ക് അപ്പോ ഇറച്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ കറി ഇഷ്ടമാണ്, പിന്നെ ചോറ് ഇഷ്ടമാണ്. എനിക്ക് നാടൻ ഫുഡാണ് കുറച്ചുകൂടി, വീട്ടിലെ കുറച്ച് ചോറും മീൻകറിയും പൊരിച്ചു മീനൊക്കെ ഇഷ്ടം. പിന്നെ ഞാൻ വെള്ളയപ്പം ഈ അടുത്ത് അവിടെ പോയി ഞാൻ പടം ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടുന്ന് വെള്ളയപ്പം കഴിച്ചു തുടങ്ങി. അപ്പം എനിക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ശരിക്കും പടത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ആഹാരത്തോടുള്ള ഒരു ഇഷ്ടവും കൂടി അതുകൊണ്ട് മാത്രം കമ്മിറ്റ് ചെയ്യുന്നു. ഇല്ല, ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഇങ്ങനൊരു സിനിമ വന്നപ്പോഴും ഈ സിനിമയിൽ കുറച്ച് ഫുഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായിട്ട് ചുറ്റുപറ്റി നടക്കുന്ന ഒരു സ്ഥലത്തെ സാഹചര്യത്തിൽ ആളുകളുടെ ലൈഫ് സ്റ്റോറിയാണ്. അപ്പം കുറച്ചും കൂടി ഇഷ്ടം തോന്നി സിനിമ ചെയ്യാനായിട്ട്. ഒരുപക്ഷെ ക്യാമറയ്ക്ക് പിന്നിലിരുന്ന് മോണിറ്റർ നോക്കുന്ന പ്രവീൺ രാജ് പൂക്കാരൻ അതിനേക്കാളും മുമ്പേ കണ്ടിട്ടുണ്ടാവും. ഉറപ്പായിട്ടും പ്രവീൺ ചേട്ടന് നമ്മളെല്ലാവരും സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും പത്രത്തിൽ കൂടെയും പോസ്റ്റർ ഒട്ടിക്കുന്നതും ടി വി എന്നൊരു കാലഘട്ടത്തിൽ, അതേ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഡിജിറ്റലി സിനിമേനെ മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു പോസിബിലിറ്റീനെ ഫസ്റ്റ് കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രവീൺ ചേട്ടൻ. അപ്പം പുള്ളിക്കൊരു സിനിമേനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഒരു സിനിമയ്ക്ക് എന്താണ് അതിലെ USP എന്ന് കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു സിനിമയായിട്ട് വന്നപ്പോൾ ഒത്തിരി വർഷമായിട്ട് സിനിമകളുടെ പിന്നിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം പുള്ളി ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ഭാഗമായി ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ആ സിനിമ തിയേറ്ററിൽ എത്തിക്കാന്ന് പറഞ്ഞ ജേണി ഭയങ്കര വലുതാണ്. അത് കൃത്യമായിട്ട് പുള്ളി ചെയ്തു. അത് അവിടെ എത്താന്നുള്ള ഒരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. സോ അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് പ്രവീൺ ചേട്ടനിൽ. അപ്പം മൊത്തത്തിൽ നമ്മളതിൻ്റെ കൂടെ ഉണ്ട്. ഈ സിനിമ അല്ലാതെ പുതുവർഷം തുടങ്ങിയപ്പോൾ മനസ്സിലുണ്ടാക്കിയ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ ഒന്ന് പറയാമോ ഈ നവവർഷം? ഞാൻ എല്ലാ വർഷവും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. കാരണം എൻ്റെ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എങ്ങനെയായിരുന്നോ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പുതിയ റെസൊല്യൂഷൻസ് ഒന്നുമില്ല. കാരണം എൻ്റെ 2025 എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു ആസ് എ പേഴ്സൺ, എൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതങ്ങനെ ഈ വർഷവും ആയിരിക്കട്ടെ എന്നൊരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂവിൽ മാത്രമല്ല, ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ്. ഇതെങ്ങനെ കീപ്പ് ചെയ്യുന്നു? കാരണം ഇപ്പോൾ തന്നെ രാവിലെ തുടങ്ങിയ ഇൻ്റർവ്യൂസ് മോളി പോകുന്നു, താഴെ വരുന്നു ഒക്കെ ഒരു മടുപ്പില്ല. കാരണം അത് മീഡിയയോടും സിനിമയോടുള്ള പാഷനാണ്. ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇത്രയും ആക്റ്റീവാണ്. അത് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്നത് ഫിലിം ഫീൽഡിലാണോ അതോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് നിങ്ങൾ താരമാണ്? എത്ര മില്യൻസ് എന്ന് എനിക്കിപ്പോൾ എണ്ണുന്നില്ല. അതിനും താരമാണ്. സത്യം അതൊരു ലക്കാണ്. ആൾക്കാർ നമ്മളിടുന്ന റീല് കാണാൻ വരിക, അതിന് ലൈക്ക് അടിക്കുക, കമൻറ്റ് പോട്ടെ, നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ ഫോളോ ചെയ്യുക. അത് സിനിമയേക്കാൾ വലിയ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ എല്ലാവരും കൂടെ ചേരുമ്പോൾ നമ്മളെ എങ്ങനെയാണ് ഈ രണ്ട് മേഖലയിലും ഇത്രയും പോസിറ്റീവ് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ചത്? ആരാധകർ അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സിനിമയെക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന എന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ കാണുമ്പോൾ എന്നോട് സംസാരിക്കുക എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രസൻസ് വെച്ചിട്ടാണ്. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ്സ് ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്താണ് എപ്പോഴും ആളുകൾ എന്നോട് സംസാരിച്ചുള്ളത്. അപ്പം ഞാൻ ഇത്ര വർഷത്തിൽ സിനിമ ചെയ്ത് വളരെ വിരലെണ്ണാവുന്ന സിനിമകളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ആ സിനിമയ്ക്ക് 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആളുകൾക്ക്. പക്ഷേ എങ്കിൽ പോലും ആ സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അത്രയും ഫാൻ ഫോളോയിങ്സിനെ കിട്ടുക, ഫോളോവേഴ്സിനെ കിട്ടാന്നൊരു പരിപാടി ഉണ്ടായിരുന്നത് അന്ന്. അപ്പം എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ തന്നെയാണ്. അപ്പം എന്നെ എപ്പോഴും വളർത്തിയത് ഈ മീഡിയയിലുള്ള ആളുകളും ഈ ഓഡിയൻസൊക്കെ തന്നെയാണ്. അപ്പം അവരോട് എപ്പോഴും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാമെന്ന് പറയുന്നത് ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പുറത്തെ സിനിമ ചെയ്യുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും അഭിനയിക്കുകയാണെങ്കിലും വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും ലൈഫിൽ മെയിൻ മൊമെൻറ്റ്സ്, ഇപ്പം എൻ്റെ കല്യാണം ആയിക്കോട്ടെ, എൻ്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ആളുകളോട് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ലൈഫിലൊരു പാർട്ട് എപ്പോഴും അവരാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ പൈസയിൽ പോലും ചിലപ്പം അവർ ഒരു നേരം കണ്ട വ്യൂ നിന്ന് കിട്ടുന്ന ഒരു പൈസയുടെ അവരുടെ ഒരു ഭാഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തുള്ളൊരു തിരിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് എപ്പോഴും അവരോട് എന്നോട് എന്ത് ചോദിച്ചാലും നല്ല രീതിയിൽ അവരോട് പെരുമാറുക, ഹാപ്പി ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. ഇപ്പം തന്നെ ആണെങ്കിലും ഇപ്പോൾ ഒരു 5 ഇൻ്റർവ്യൂകളോ ആയി. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാണ്. നാളെ നിങ്ങളുടെ ചാനലുകളിൽ എൻ്റെ മുഖമാണ് വരാൻ പോകുന്നത്. അപ്പം എനിക്കൊരു എക്സ്പോഷർ നിങ്ങൾ തരുമ്പം തിരിച്ചെനിക്ക് തരാൻ പറ്റുന്നത് അത്രയും നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര ഒരു ചരിത്ര സംഭവം നടന്നല്ലോ, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവം. എങ്ങനെയാണ്? മീൻസ് ലൈഫിൽ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു തുടക്കം ഈ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞു കേൾക്കുന്നത്, ശരിയാണ്? അല്ല ശരിക്കും എനിക്ക് ഫാഹിമിനെ പറ്റിയല്ല ചോദിച്ചപ്പോൾ, ഫാഹിമിനെ എനിക്ക് അറിയാം, മുന്നേ പരിചയം, മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയിലാണ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതും. ഈ സിനിമയിൽ ഇപ്പം ഫാഹിം, അക്ഷി, വൈശാഖ്, നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും ആദ്യ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിലുള്ള ഭാഗമാണ് നമ്മൾ വെള്ളയപ്പത്തിലേക്ക് എത്തുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജെല്ലായി, എല്ലാവരും ഒരു കമ്മിങ് ഓഫ് ഏജിലുള്ള ആളുകളാണ്. ഇപ്പോഴും നമ്മൾ ആ ബോണ്ട് എല്ലാവരുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഫൈം ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഇതാണ്. പിന്നെ ഇത് ഒത്തിരി വർഷം മുന്നേടാ, അതിനൊക്കെ ശേഷമാണ് ആ ബന്ധം അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി. ലൈഫിലും നമുക്കിങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നി. ലൈഫിൽ കൂടെ കൂട്ടിയ ആളാണ്. എനിക്ക് തോന്നുന്നു സംവിധാനവും അദ്ദേഹത്തിന്റെ അനിയനാണെന്ന് തോന്നുന്നു, ഞങ്ങളാണ് നടത്തി കൊടുത്തത്. അത് കുഴപ്പമില്ല, പറഞ്ഞോട്ടെ, എല്ലാം നമ്മുടെ ആളുകളല്ലേ. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പുത്തൻപള്ളിയുടെ തിരുനാൾ ഇങ്ങനെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും സംശയമാണ്. ഞാൻ ഈ ക്രിസ്മസിന് മുമ്പ് അവിടെ പോയി ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഫാദറും പറയുന്നു, പ്രവീൺ രാജ് പൂക്കാരൻ, ആൾ നിസ്സാരക്കാരനല്ല, അവിടെ ഇത്രയും ആൾക്കാർ വെച്ചു. ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ തൃശ്ശൂർ? എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്തത് തൃശ്ശൂരായിരുന്നു. പക്ഷെ ഞാൻ ഈ സിനിമയിൽ വന്നപ്പോഴാണ് തൃശ്ശൂരിന്റെ വേറൊരു ഭംഗി, വേറൊരു സൈഡ് ഞാൻ കാണുന്നത്. ഇതിൽ സംസാരിക്കുന്ന ഭാഷകളായിക്കോട്ടെ, ഈ വെള്ളയപ്പങ്ങാടിനെ പറ്റിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. അവിടെയുള്ള ആളുകളെ നമ്മൾ കണ്ടു. നമ്മൾ എവറി ഡേ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറി. ഇന്നും ഷൂട്ടിന് നമ്മൾ അവിടെ പോവുക. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡെയിലി റൂട്ടീൻ, പിന്നെ ഈ പറഞ്ഞ പുത്തുംകൃഷി പള്ളിയുടെ സംഭവങ്ങൾ, നമ്മളൊക്കെ അവിടെ പോയി അവിടുത്തെ സാധാരണ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളെ പോലെ പോയി തിരികെളിയിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ പറയും. ഇതൊക്കെ കുറേ നാൾ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി തുടങ്ങി. ലൈക്ക് ഇപ്പോഴും തിരിച്ചെനിക്ക് തൃശ്ശൂർ വഴി പോകുമ്പോഴേക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പം, കാരണം അത്രയും നമുക്ക് മെമ്മറീസ് അവിടെ ഉണ്ടായി. അത്രയും ദിവസം നമ്മൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണെങ്കിൽ ഷൂട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചും അത് ഭയങ്കര വലിയ കാര്യം. എനിക്ക് തൃശ്ശൂരിൻ്റെ വേറൊരു സൈഡ് ഞാൻ കണ്ടത് ഈ സിനിമയുടെ സെറ്റിലും. കുറേ സെറ്റുകൾ റിയൽ തന്നെയാണ് നമ്മുടെ സിനിമയിൽ. അപ്പോൾ ജെനുവിൻലി അങ്ങനെ കുറേ ആളുകളുണ്ട്, അങ്ങനെ കുറേ ലൈഫ് സ്റ്റോറീസ് കുറേ ആളുകൾക്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണത്. ഉച്ചഭക്ഷണ സമയത്ത് ഇന്റർവ്യൂ തുടങ്ങിയോണ്ട് നമ്മൾ നിർത്താൻ പോയാണ്. തുടങ്ങിയതുകൊണ്ട് വെള്ളയപ്പം ചിക്കൻ കറി ഇഷ്ടമെന്ന് പറഞ്ഞു. ഇത് ഇഷ്ടമാണ് കഴിക്കാനെന്നല്ലേ? പാചകം ചെയ്യാൻ എപ്പോഴെങ്കിലും അടുക്കളയ്ക്ക്? എനിക്ക് പാചകം ചെയ്യാൻ ഞാൻ പറയും, പാചകം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമ്മളിനി വിശപ്പിന് നമുക്ക് എന്തും കഴിക്കാം. തൽക്കാലം വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ നല്ല രുചിയോടുകൂടി, നല്ല സ്വാദോടുകൂടി വയറ് നിറയ്ക്കാന്ന് പറയില്ല കഴിക്കുന്ന ആളുടെ, ആ രീതിയിൽ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. കാരണം ആ കഴിവ് എനിക്കില്ല. എൻ്റെ അമ്മയ്ക്കുണ്ട്, എൻ്റെ ചേച്ചിക്കുണ്ട്, എൻ്റെ വേണമെങ്കിൽ ഫാഹിമിനും ഉണ്ടെന്ന് പറയാം. അത്യാവശ്യം എല്ലാവരും നല്ലൊരു കൈപുണ്യം എന്നുണ്ടല്ലോ, അത് എനിക്ക് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകാത്തത്. കഴിക്കാൻ ഇഷ്ടമാണ്. എത്ര ഫുഡ് കിട്ടിയാലും എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ കല്യാണം, ആ വാർത്ത വന്നതിന് ശേഷം എത്ര മില്യൺസ് പെട്ടെന്നൊരു ഭൂകമ്പം പോലെ പോയിരുന്നു അറിയാം. ആ കല്യാണ വിശേഷങ്ങൾ അറിയാൻ വന്ന പുതിയ മില്യൺസിന്റെ ഇല്ല എൻ്റെ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര്, ഞാൻ പറയാം, എന്നെ സിനിമയെക്കാളും ആളുകൾ എപ്പോഴും തിരിച്ചറിഞ്ഞുള്ള സോഷ്യൽ മീഡിയയിലുള്ളൊരു ഫേസ് എന്ന് പറയുന്നതാണ്. അതായത് എപ്പോഴും എവിടെ കണ്ടാലും ആ നൂറിൻ എന്ന് പറഞ്ഞ് എന്നെ ഓർത്ത് വെക്കാനുള്ള റീസൺ ഞാൻ ആക്റ്റീവ്ലി സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ഇവർക്ക് എന്നെ ഓർത്തിരിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും എൻ്റെ സിനിമകൾ ഇറങ്ങുന്നില്ല, എൻ്റെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ വരുന്നില്ല, എൻ്റെ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പം എന്നെ വല്ലപ്പോഴുമാണ് ഇവർ അങ്ങനെ എൻ്റെ ആ ഒരു ഫേസ് കാണാറുള്ളത്. പക്ഷെ എന്നെ അതുകൊണ്ട് എപ്പോഴും ഇവർ ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ കല്യാണ സമയത്താണെങ്കിലും എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനും ഞാനെല്ലാം അങ്ങനെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി വേണ്ട രീതിയിൽ മാത്രമേ ഇവരോട് എല്ലാവരും പറയാറുള്ളൂ. എന്താണോ ഹാപ്പിനെസ് അത് ഞാൻ ഇവരോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊത്തിരി സന്തോഷം അറിയിക്കാറുണ്ട്. ആളുകൾ എവിടെയെങ്കിലും പോകുമ്പം ഉമ്മമാരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പിയാണ്, അതിലെല്ലാം ഗ്രേറ്റ്ഫുൾ ആണ്. ഈ ത്രെഡ് ആരെങ്കിലും പറഞ്ഞാണോ, സ്വയം തോന്നിയാണോ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇൻഫ്ലുവൻസർ ആവണം എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഒരു ഉപദേശപ്രകാരം വന്നതാണോ, നൂറിൻ സ്വയം എടുത്ത തീരുമാനമാണോ? ഇല്ല, ഞാൻ പറയും, എൻ്റെ ഫസ്റ്റ് സിനിമയുടെ സമയത്താണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇത്രയും ആക്റ്റീവ് ആവുന്നത്. അപ്പം അന്ന് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ്ങോ ക്രിയേറ്റിങ്ങോ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് ഓക്കെ ഇങ്ങനൊരു പരിപാടി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻച്വലി ഞാൻ അതിൻ്റെ ഭാഗമായി മാറിയ ഒരാളാണ്. ഒരു ചോദ്യം അവസാനം, ഈ നൂർ എന്നുള്ള പേര് തന്നെ ഒരു വെറൈറ്റി പേരാണ്. ആ പേരിന്റെ അർത്ഥം അത് ആർക്കാണ് അതിന്റെ പേറ്റുണ്ടെന്ന് നമ്മൾ പറയാം? ഇല്ല, എൻ്റെ വാപ്പ ഇട്ട പേരാണ്. 2 മക്കൾക്ക് വാപ്പക്ക് പേരിടണമെന്ന് നിർബന്ധമായിരുന്നു. നൂറെന്ന് വെച്ചാൽ പ്രകാശം എന്നാണ് അർത്ഥം. നൂറിൻ എന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. പിന്നെ ആദ്യമൊക്കെ എനിക്ക് എൻ്റെ പേരിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വളർന്നു കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, എൻ്റെ ക്ലാസ്സിൽ ഒരൊറ്റ പേരിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ ഒരു, കാരണം എൻ്റെ പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടാകാൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്നേരം പിന്നെ പതിയെ ഇഷ്ടമായി തുടങ്ങി.
അങ്ങനെ അങ്ങ് ഇഷ്ടായി. അന്ന് കൂട്ടുകാർ വിളിച്ച ഇരട്ടപ്പേരുണ്ടാവില്ല? ആ, ഒത്തിരി ഇരട്ട പേരുണ്ടായിരുന്നു. 100 വിളിക്കായിരുന്നു, ചില ആളുകൾ 100, 200, 150 കളിയാക്കാറുണ്ട്. പിന്നെ വേറെ കുറെ എന്തൊക്കെയോ പറയണം. അപ്പൊ അന്നൊക്കെ എനിക്ക് ഇത്ര വിഷമാവാറുണ്ടായിരുന്നു. പിന്നെ ഓക്കെ, ശീലായി. പേരിന് ഭാഗ്യമുണ്ട്. പേരിൽ പറഞ്ഞ പോലെ പ്രകാശം പരക്കട്ടെ. ഞാൻ പറഞ്ഞ 10 മിനിറ്റുള്ളിൽ അവസാനിപ്പിച്ചിരിക്കാൻ താങ്ക് യു. നല്ല ഇന്റർവ്യൂ ആണ് ചേട്ടന്റെ. ഭയങ്കര നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി. രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനും രക്ഷപ്പെട്ടെ. ഞാൻ രക്ഷപ്പെടട്ടെ. താങ്ക് യു.